ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1844 ദിവസമായ ഇന്ന് 2026 ജൂൺ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച, 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി. ഗുരുവചനങ്ങളിലൂടെ ഉത്സവത്തിനും കരിമരുന്നിനും മറ്റും പണം ചെലവഴിക്കരുത്. ക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് സുഖത്തിൽ വന്നിരിക്കാനും പ്രസംഗിക്കാനും മറ്റും ഏർപ്പാടുകളുള്ള വിശാലമായ മുറികളാണ് വേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് വിദ്യാശാലകളും തോട്ടങ്ങളും ഉണ്ടായിരിക്കണം. കുട്ടികളെ പലതരം വ്യവസായങ്ങൾ ശീലിപ്പിക്കാനുള്ള ഏർപ്പാടുകളും ക്ഷേത്രങ്ങളോട് ചേർന്നുണ്ടായിരിക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുദേവ്. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ ലക്ഷ്യവും മാർഗവും എന്ന ദ്വൈതം എന്ന് വിവരിക്കുന്നതിൻ്റെ 10-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നാരായണ ഗുരുവിന്റെ ആദ്യകാല കൃതികളെയും പിൽക്കാല കൃതികളെയും വകതിരിക്കുന്നതിനുള്ള വിഭജന രേഖയുടെ സ്വഭാവം നാം കണ്ടു കഴിഞ്ഞു. ഇതുവരെ നാം ചെയ്തത് ഗുരുവരലിനെ ഏത് പശ്ചാത്തലത്തിലാണ് കാണേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി അതിൻ്റെ അന്തർധാരയായിരിക്കുന്ന ചിന്താരീതിയിലേക്കും അതിലെ ജ്ഞാനരഹസ്യത്തിൻ്റെ നാനാമുഖങ്ങളിലേക്കും തദനുരൂപമായ അതിലെ നിർദ്ദേശതന്ത്രത്തിലേക്കും ആ ഗുരുവരിൽ ആത്മസാക്ഷാത്കാര രൂപത്തിൽ ഉള്ളംകൈയിലിരിക്കുന്ന നെല്ലിക്കനി പോലെ ജീവിതത്തിൽ വാസ്തവികമായി തീരുമ്പോൾ വെളിവായി കിട്ടുന്ന മൂല്യശ്രേണിയുടെ സ്വയരൂപത്തിലേക്കും നമുക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.